ഗൈസ്, ഇന്ന് നമ്മളോട് ഇരിക്കുന്ന കേരളത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനാണ്. ചെണ്ടക്കപ്പയ്ക്ക് ഒരു കോപ്പി റൈറ്റ് കൊടുക്കാൻ അധികാരം ഉണ്ടെങ്കിൽ ആ അധികാരമുള്ള മനുഷ്യൻ ഇരിക്കുന്ന ആളാണ്. ഹലോ ചേട്ടന്മാരെ, ചേച്ചിമാരെ, ഞങ്ങൾ ഇന്ന് കുറച്ച് ചേട്ടായിമാരുടെ ഒപ്പമാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളൊരു ചലഞ്ചിന് വേണ്ടി പോവുകയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ഐറ്റമാണ് വേൾഡ്സ് മോസ്റ്റ് സ്പൈസിയസ്റ്റ് ആൻഡ് വിയർഡസ്റ്റ് സോസസ്. 5 സ്പൈസ് ലെവലിൽ വരുന്ന ഈ സോസുകൾ നമ്മുടെ ഗസ്റ്റ് കഴിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. ചേട്ടാ, നമുക്കിന്നൊരു ചലഞ്ച് ഉണ്ട്. നമ്മളെ വേൾഡിൽ തന്നെ ഏറ്റവും എരി കൂടിയ കുറച്ച് സോസസ് ആണ് ഉള്ളത്. ചേട്ടൻ ഒരു മുളകടച്ചതിനേക്കാൾ എരിയുള്ള സോസ്. ചേട്ടന് എല്ലാം അവസാനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കടുപ്പം. അപ്പോൾ ചേട്ടൻ അതുവരെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ചേട്ടൻ അത് പറ്റാത്ത സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ചേട്ടന് വെള്ളവും പാലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് കയ്യിൽ നിന്ന് പോകുന്നത് തോന്നുവാണെങ്കിൽ ചേട്ടന് വെള്ളവും പാലും കുടിച്ച് സമരമൊക്കെ അവസാനിപ്പിക്കുന്ന ചേട്ടൻ നിർത്താം. പിന്നെ ചേട്ടന് ഈ ചലഞ്ച് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ആണ് നമ്മൾ തരാൻ പോകുന്നത്. നിങ്ങളുടെ അത്രയും പൈസ ഒന്നും ലക്ഷം നിങ്ങൾ കടം മേടിച്ചാലും ചേട്ടൻ തരും. ചേട്ടാ, ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടോ. സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ പൊതുവെ കാണാത്ത ഒരു തരം വീഡിയോസ് ആണ് ചേട്ടൻ ഇടുന്നത്. ചേട്ടൻ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്നത്? സാധാരണ എല്ലാവരും ഫേസ്ബുക്കിൽ നിന്നാണ് ഇൻസ്റ്റാഗ്രാമിലോട്ട് വരുന്നത്. ചേട്ടാ, ഫേസ്ബുക്കിൽ നിന്നാണ് ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നത്, അത് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിലോട്ട്? ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നത്. ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ലായിരുന്നു. ഇപ്പോൾ ഒരു അമ്മ ആശുപത്രി കിടന്നപ്പോൾ അമ്മയുടെ അടുത്തിരുന്നുകൊണ്ട് വെറുതെ ഗ്രാമപ്രദേശങ്ങളിൽ തവളേനെ പിടിക്കാനായിട്ട് 2-3 പേര് പെട്രോൾ മാസ് തൂക്കി പോകുന്നൊരു സംഭവം. അത് ഞാൻ ചുമ്മാ അവിടുന്ന് ആശുപത്രിയുടെ മുറി ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ സാധാരണ ഈ പെട്രോൾ മാസ് തൂക്കിയാണ് തവളേനെ പിടിക്കാൻ. അല്ല, ഈ പഴയ കാലത്തൊരു പെട്രോൾ മാക്സ് പറഞ്ഞൊരു സാധനം, ലൈറ്റാ. അതിങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റെ വെട്ടം കാണുമ്പോൾ ഈ തവള അവിടെ തന്നെ നിൽക്കും. അപ്പോൾ 2-3 പേര് ഇത് പിടിക്കാൻ പോകുമ്പോൾ, ഈ പെട്രോൾ മാക്സുമായിട്ട് പോകുമ്പോൾ ഈ തവള വരുമ്പത്തൊന്ന് കണ്ടു. പറഞ്ഞാൽ ഈ തവള മറ്റേ തവളോട് പറയുന്നതാണ് പെട്രോൾ മാക്സ്, പെട്രോൾ മാക്സ്, പെട്രോൾ മാക്സ്. അപ്പോൾ പിടിച്ച് കൂടക്കാത്തിട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ മാക്കാത്തികളുടെ സ്നേഹം നല്ല രസമാണ്. ചേട്ടാ ചേട്ടാ ഇങ്ങവാം ഇങ്ങവാ, ഈ ഒരു സ്റ്റൈലേ ഞാൻ ചെയ്തുള്ളായിരുന്നു. 50 പേര് പോലും ഫോളോവേഴ്സ് ഇല്ലായിരുന്നു. പക്ഷെ അതെന്തോ ഈ കോളേജിലൊരു ഭയങ്കര തരംഗമായിട്ട് മാറി. ഫസ്റ്റ് നമുക്ക് ഈ സോസിയും തുടങ്ങാം. നമ്മൾ അടിച്ചില്ല, അപ്പൊ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടന് എന്തെങ്കിലും എരിവ് തോന്നുമോ, കയ്യിൽ നിന്ന് പോകാൻ തോന്നുവാണെങ്കിൽ നമുക്ക് പാലുണ്ട്, വെള്ളമുണ്ട്, ചേട്ടന് കുടിക്കാം. പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പോകും. റെഡി അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എനിക്ക് ട്രൈ ചെയ്തോ. സോസി നോക്കണം. എരിയുണ്ട്, എരിയുണ്ട്. സൂപ്പർ എരിവ. ശരിയാ, എരിയുണ്ട്. എങ്ങനെയുണ്ട്? എരിവുണ്ടോ? നീ സോസ് നോക്കിയില്ല ചുമ്മാ. ചെറിയ സംഭവം വെച്ചാൽ നമ്മൾ തുടങ്ങിയത് ചെറിയൊരു സ്റ്റാർട്ടിങ് ആണ്. ശരിക്കുള്ള എരി വരാൻ പോകുന്നത് ജസ്റ്റ് നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. ഗണപതിക്കൊക്കെ ഉടയ്ക്കുമെന്നൊക്കെ പറഞ്ഞു. ചേട്ടാ, നമ്മൾ വരുന്ന വഴിക്ക് ചേട്ടൻ വൈറ്റിലെ ഹബ്ബി ഇറങ്ങിയപ്പോഴത്തേക്കിന് ആള് കൂടി ചെറിയ പ്രശ്നം ഉണ്ടായി. പോലീസുകാരൊക്കെ വന്നിട്ടാണ് അവസാനം പിടിച്ചു മാറ്റിയെന്നൊക്കെ നമ്മൾ അറിഞ്ഞു. ചേട്ടാ, എങ്ങനെയാണ് ഓഡിയൻസ്, ചേട്ടൻ്റെ ഫാൻസിന്റെ ഒക്കെ പ്രതികരണം? ഫാൻസ് പണ്ടമാനം ഒരു അതിരി വിട്ട പോലെ പ്രതികരണം. അവർ ഭയങ്കര ഒരു എന്തോ വന്ന വഴിക്ക് ഞങ്ങൾക്ക് തൃപ്പൂണിത്തറ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. വണ്ടി അവിടെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടപ്പോൾ തന്നെ എതിരെ വന്ന ബൈക്കുകാർ പിള്ളേരെല്ലാം കൂടെ വിചാട്ടൻ ചെമ്മനായിട്ട് അതൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കതിനകത്ത് വലിയ താല്പര്യം അങ്ങനെയല്ല. നമ്മളൊരു സാധാ മനുഷ്യനായതുകൊണ്ട് തന്നെ ഇത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ പോലും ഒത്തിരി വിമർശനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവില്ല ആ ഭാഗത്തുനിന്ന് തന്നെ. ചേട്ടാ, അതിപ്പം നിങ്ങളുടെ കമന്റ് ബോക്സ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമന്റാണ്. പക്ഷെ അത് കുറച്ച് അത്ര മോശം കമന്റ് അല്ല, എന്നാലും മോശമാണ്. ചോദിച്ചാൽ നിങ്ങൾ ദിവസം ഇത്ര കപ്പ വെച്ചിട്ടുണ്ട്, എന്തോരം വളിയാ വിടുന്നു ആ സാധനം. ചെറിയ ആൾക്കാർ മോശമായ രീതിയിൽ അങ്ങനെയാണ് നമ്മളോട്. ഇപ്പം നമ്മളത് നോർമൽ ഒരു സാധനമാണ്. അത് എനിക്കങ്ങനെ ഞാനൊക്കെ അത് ഇടാറുണ്ട്. അല്ല, അപ്പൊ അങ്ങനത്തെ സീരീസിലുള്ള കമന്റ് ബോക്സ് വരുമ്പോൾ ചേട്ടൻ അതിനെ എങ്ങനെ കാണും? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചേട്ടാ, ചേട്ടൻ അതൊക്കെ വിഷമം ഉണ്ടാക്കാറുണ്ടോ? അതിപ്പം അത് തമാശയായിട്ട് വിടാറുണ്ടോ? ഇല്ല, ഈ കമന്റ്സ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും കണ്ടമാനം പറ്റും. പക്ഷെ ഞാൻ ഇന്നവർ ഒരു കമന്റ്സ് നോക്കാറുമില്ല, വായിക്കാറുമില്ല. ഞാൻ വായിക്കാറില്ല. ഉണക്കമീന്, ചെണ്ടക്കപ്പ, ഇതെല്ലാം എന്തൊക്കെയാണ് വെറൈറ്റീസ്? അല്ല, ഈ മെയിനായിട്ടും കപ്പയായിരുന്നു. പിന്നെ മറ്റെന്ത് വിഭവങ്ങളാണ്, പ്രത്യേകിച്ചും ഈ നാട്ടിലെ ചേമ്പ്, ചേന, കുട്ടമീൻ എന്ന് പറഞ്ഞാൽ ഉണക്കമീനുണ്ട്, ചെറിയ മീൻ. ആ മീൻ എടുത്തിട്ട് തീക്കകത്തിട്ട് ചുടും. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. ചുട്ടിച്ച് ചാരത്തേന്ന് തന്നെ ഈ മീൻ എടുത്തിട്ട് അടുപ്പ വെച്ച് തന്നെ അടിച്ച് കഴിയുമ്പോൾ മീൻ നല്ല ചെറിയ മീൻ നല്ലോണം ഉണങ്ങി ഈ ചാരത്തിനകത്തിട്ട് ചുട്ടതാണ്. ഈ ചുട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് 2 മുളകും കൂടെ പിടിക്കും. എന്നിട്ട് ഈ കപ്പ കൊണ്ട വെച്ച് കഴിഞ്ഞിട്ട് ഈ മീൻ അങ്ങോട്ട് ഞുള്ളി കഴിയുമ്പോഴത്തേന് വായിലോട്ട് എൻ്റെ പൊന്നു കൂട്ടുകാരെ, അതൊരു ശരിക്കും പേര് ചെണ്ടക്കപ്പ എന്നാണോ? ചേട്ടൻ്റെ പേരാണോ ചെണ്ടക്കപ്പ? അല്ല, ചെണ്ടക്കപ്പ തന്നെയാ. കപ്പ കൊണ്ട വെച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ ഇത് കൊണ്ട വെച്ച് കഴിഞ്ഞപ്പോൾ ഈ കപ്പ എങ്ങനെ ആസ്വദിച്ച് കഴിക്കാമെന്ന് കരുതുന്ന ഒരു കപ്പ കഷ്ണം പതിയെ എടുത്തു, അത് മുളകിലോട്ട് മുക്കി ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞു. അത് 1 മില്യനും കൊണ്ട് 2 ദിവസം കൊണ്ട് തന്നെ. എന്താണ് ഈസി ആയിട്ട് 1 മില്യൺ കിട്ടിയ ഡയലോഗ്? കൂട്ടുകാരെ നമസ്കാരം, പ്രഭാത ഭക്ഷണത്തിലേക്ക് കൃത്യമായിട്ടുള്ളൊരു സ്വാഗതം. ജീവിതം സുന്ദരമാണ്, അത് നമുക്ക് ആസ്വദിക്കും. ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കപ്പ മുളകിനകത്തോട്ട് മുക്കിയിട്ടുണ്ടല്ലോ, അവൻ്റെ വായിലോട്ട് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ച് എൻ്റെ ഒന്നേ
അടിപൊളിയാന്ന് പറഞ്ഞു. ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത് ട്രൈ ചെയ്യാൻ പോണ ഗ്രീൻ ചില്ലിയാണ്. ഇത് കുറച്ചുകൂടെ അടുത്ത ലെവലാണ് കേട്ടോ. തുറന്നപ്പോഴേ തന്നെ എടുത്തോ. പിന്നെ ചെണ്ടക്കപ്പയും മുളകും കഴിച്ച് പഠിച്ചതായതുകൊണ്ട് അത്ര ഇല്ലല്ലേ, ചെണ്ടക്കപ്പയേക്കാളും എരിയുണ്ട് ഇതിന്. എരിയാണ് കേട്ടോ. എരിവുണ്ട്. എരിയൊന്നുമില്ലേ കൂടാ? മുക്ക അയ്യോ ചേട്ടാ പൊതുവെ പിന്നെ ചേട്ടാ കുറെ ബർത്ത്ഡേ വിഷസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. ഉണ്ട്. നമ്മളൊക്കെ ആദ്യം കണ്ടു തുടങ്ങിയ ചേട്ടൻ ബർത്ത്ഡേ വിഷസ് ആണ്. ഒരുപാട് റിക്വസ്റ്റ് ഒക്കെ വരാറുണ്ട്. ഒരു ദിവസം ഒരു 60 എണ്ണം വെച്ച് ചെയ്യാറുണ്ട്. ഒരു ദിവസം 60 എണ്ണം. സമയം കിട്ടുന്ന എങ്ങനെ? വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ ചെയ്യും. 9 മണി മുതൽ 11 മണി വരെ ചെയ്യും. ഇടയ്ക്ക് ഫുഡ് കഴിക്കും. എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ കൂടുതലും ബർത്ത്ഡേ ഇപ്പം വരണമെന്ന് പറഞ്ഞോണ്ടല്ലേ ചേട്ടന്മാരെ ചേച്ചിമാരെ ഇവനെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇപ്പം വേണമെന്ന് പറഞ്ഞോണ്ടൊരു ചേട്ടന് കമന്റ് ബോക്സ് എല്ലാവരും പറയുന്നത് ചേട്ടന് ഈ മനുഷ്യൻ എങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കണേ, ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? കാരണം എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്, ജോലിയുടെ ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ കാണും. അത്ര ഒരു സന്തോഷത്തിലല്ല താനും അല്ലേ? സന്തോഷം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിന് മുമ്പ് നിൽക്കുക, പക്ഷെ അതിന് നമ്മൾ നോക്കാറില്ല. ചേട്ടാ എങ്ങനെ ഈ ഹാപ്പി ആയിട്ടിരിക്കണേ ഇത്ര? അതെ, എന്നിരുന്നാലും ഞങ്ങൾ വൈകുന്നേരം ചെന്നാലും എല്ലാവരും കൂടെ ഒരു കളിയും, ഭാര്യയും ഭർത്താവും പിള്ളേരും എല്ലാം കൂടെ ഒരു കളിയും ചിരിയും, പൂച്ചനെ കുളിപ്പീരും പട്ടിനെ കളിപ്പീരും, അതായത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഓർക്കാൻ സമയമില്ല. ചേട്ടാ ആൽവിക്കുഞ്ഞ് ഒന്നും മിണ്ടുന്നില്ല. പൂച്ചയെക്കുറിച്ച് ചോദിച്ചാൽ എന്തേലും മിണ്ടുമായിരിക്കും. പൂച്ചയെക്കുറിച്ചെങ്കിലും പറയും. ഞങ്ങളുടെ വീട്ടിൽ 6 പൂച്ചകളുണ്ട്. എല്ലാവരും ഞങ്ങളുടെ സുഹൃത്തുക്കളെ പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി വഴക്കുണ്ടാക്കുന്ന ഒരു കുഞ്ഞു കുടുംബം പോലെയാണ് ഞങ്ങളുടെ കുടുംബം പോകുന്നത്. പട്ടിയും ഉണ്ട്, പൂച്ചയും ഉണ്ട്. 6 പൂച്ചയാണ് ഞങ്ങൾക്കുള്ളത്. ഇത് കാണാൻ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് അല്ല അല്ലല്ല, ഇവൻ ഓട്ടോമാറ്റിക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നതായിരുന്നു ഈ പ്രത്യേകിച്ച് സബ്ജക്റ്റിലായിരുന്നു. ഒരു കാര്യം, ചേട്ടന് ശരിക്കും എന്താണ് ചേട്ടന്റെ ജോലി? ഞാൻ സ്കൂളിൽ ഒരു ഓഫീസ് സ്റ്റാഫാണ്, പിയൂണ് ആയിട്ട് ജോലി ചെയ്യുന്ന. ഞാൻ ഫസ്റ്റ് ചേട്ടനെ വീഡിയോസ് ഉണ്ട്, ഞാൻ വിചാരിച്ച ചേട്ടൻ പാസ്റ്റർ ആയിരിക്കും. സീരിയസ് ആയിട്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് പാസ്റ്ററാണോ, പലരും എന്നോട് ചോദിക്കാറുണ്ട് താങ്കൾ ഏത് സമയം സേവനം ചെയ്തത്? പാസ്റ്റർ ഒന്നുമല്ല, ഞാൻ വെള്ളമെടുപ്പും വെള്ളം. അപ്പൊ ചേട്ടാ ലാസ്റ്റ് 3 എണ്ണോടെ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേട്ടൻ നമ്മുടെ വിന്നർ ആയിരിക്കും. നമ്മുടെ ഫസ്റ്റ് ഹോട്ട് സോസ് ചലഞ്ചിന്റെ വിന്നർ ചേട്ടനായിരിക്കും. എനിക്ക് ഒന്ന് ചെണ്ടക്കപ്പയുടെ ധൈര്യത്തിലായിരിക്കും ചേട്ടൻ ഇത്രയും പോയേക്കുന്നത്. നമ്മുടെ ഇതാണ് നമ്മുടെ സോസ്. അപ്പൊ ചേട്ടാ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഹോട്ട് സോസ് നമ്മുടെ ഏറ്റവും സ്പൈസി ആയിട്ടുള്ള സാധനം. നിനക്ക് എരിവില്ലേ ചേട്ടാ? ഈ എരിയോടുകൂടി നമ്മുടെ ചിക്കനെ കുറിച്ച് റിവ്യൂ അറിയാമോ? ഒന്നും പറയാനില്ല. ഇനി ഇതിനെക്കുറിച്ച് നിനക്ക് എന്തുണ്ടായിരുന്നു? ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ചേട്ടന്മാരെ ചേച്ചിമാരെ എരിവില്ലായിരുന്നു, ചിലതിൽ ഉള്ളായിരുന്നു. കൂട്ടുകാരെ പരിചയപ്പെട്ടു. ചേട്ടന്മാരെ ചേച്ചിമാരെ ഇന്ന് ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും പേരെ കാണാൻ പറ്റി. ചേട്ടന്മാരെ ചേച്ചിമാരെ എന്തായാലും ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും സപ്പോർട്ട്, ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്ത ഞങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും തന്നെയാണ് ഞങ്ങൾ ഇവിടെയും സപ്പോർട്ട് ചെയ്തത്. ഇനി ആൽവി കുഞ്ഞിൻ്റെ ഒരു ടാസ്ക് ഉണ്ട്. ചേട്ടന്മാരെ ചേച്ചിമാരെ ഇല്ലാതെ നീ ഒരു 2 മിനിറ്റ് സംസാരിക്കും. ടാസ്ക് ചേട്ടന്മാരെ ചേച്ചിമാരെ ചേട്ടന്മാരെ ചേച്ചിമാരെ ഒഴിവാക്കി അത് പറയാൻ പറ്റുന്നില്ല. അവന് എരി കഴിക്കാൻ കുഴപ്പമില്ല. ചേട്ടന്മാരെ ചേച്ചിമാരെ വേണം. ചേട്ടന്മാരെ ചേച്ചിമാരില്ലാതെ പറയാൻ പറ്റില്ല. ചേട്ടാ ഒന്നുകൂടെ ട്രൈ ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് വേണ്ട, ഒന്നും വേണ്ട, ഒരു ട്രയലും വേണ്ട, ഞങ്ങൾ വെള്ളം മതി. അയ്യോ. അപ്പോൾ ചേട്ടൻ എന്താണ് നമ്മുടെ ഓഡിയൻസിനോട്, ചേട്ടൻ്റെ ഫാൻസിനോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞങ്ങളിവിടെ വന്നു, ഒരു വെറൈറ്റി മത്സരമായിരുന്നു. പൂർത്തീകരിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല. സാരമില്ല, എങ്കിലും പോലും ഞങ്ങൾ പകുതി വരെ ഞങ്ങൾ 2 പേരും എത്തി. ചേട്ടന്മാരെ ചേച്ചിമാരെ ഞങ്ങൾ ഈ ചലഞ്ച് അവസാനം കയ്യിന്ന് പോയി. ഭയങ്കര എരിവാണ്, ഇപ്പോഴും ഉണ്ട്. ഇവരുടെ ചാനലിന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇവരുടെ ചാനലിനെയും ഇവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നും എല്ലാവർക്കും സന്തോഷം തരുന്ന, ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്ന ചേട്ടൻ സന്തോഷം തന്നെ സംഭവിക്കട്ടെ. താങ്ക്സ്.